മഴയത്ത് ഒരു നിഴൽ. രാത്രി സമയം ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് പെരുമഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടിയും മിന്നലും ആകാശത്ത് താണ്ഡവമാടുന്നു. നഗരത്തിൽ നിന്ന് വളരെ ദൂരെ ആളനക്കമില്ലാത്ത ഒരു ഉൾഗ്രാമത്തിലെ പഴയ തറവാട്ടിലാണ് വിനോദും കുടുംബവും താമസിച്ചിരുന്നത്. അത്യാവശ്യം വലിയൊരു വീടാണെങ്കിലും ചുറ്റും കാടായതുകൊണ്ട് പകൽ പോലും ഒരു നേരിയ ഭയം ആ വീട്ടിൽ നിറഞ്ഞിരുന്നു. വിനോദിന്റെ ഭാര്യ സുമയും മക്കളായ അപ്പുവും അമ്മുവും മഴയുടെ ശബ്ദം കേട്ട് ഭയന്ന് അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഇന്ന് വല്ലാത്തൊരു പേടി തോന്നുന്നു ചേട്ടാ. സുമ വിനോദിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ സാധാരണയല്ലേ സുമേ, മഴയല്ലേ, അതുകൊണ്ടുള്ള തോന്നലായിരിക്കും. വിനോദ് അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ അവന്റെ ഉള്ളിലും ഒരു നേരിയ ഭയം കലർന്നിരുന്നു. അവർ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടു. ജനലിന്റെ ചില്ലിൽ ആരോ തട്ടിയതുപോലെ. എല്ലാവരും പരസ്പരം നോക്കി. അത് കാറ്റായിരിക്കും, വിനോദ് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വീണ്ടും അതേ ശബ്ദം, ഇത്തവണ കൂടുതൽ വ്യക്തമായി. ജനലിൽ ആരോ വിരൽ കൊണ്ട് ഉരസുന്നതുപോലെ. വിനോദ് ധൈര്യം സംഭരിച്ച് ജനലിന്റെ അടുത്തേക്ക് ചെന്നു. കർട്ടൻ മെല്ലെ നീക്കി പുറത്തേക്ക് നോക്കി. മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീരൂപം. നനഞ്ഞ മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നു. വെളുത്ത സാരി. അവൾ ജനലിലേക്ക് കൈചൂണ്ടി എന്തോ പറയുന്നുണ്ടായിരുന്നു. വിനോദിന് വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു തരം ദയനീയത നിറഞ്ഞിരുന്നു. അവനൊന്ന് ഞെട്ടി പിന്നോട്ട് മാറി. എന്താ ചേട്ടാ? സുമയുടെ ശബ്ദം വിറച്ചു. ഒന്നുമില്ല, അവൻ കർട്ടൻ വലിച്ചിട്ട് പറഞ്ഞു. എന്നാൽ അവന്റെ ഉള്ളിൽ പേടി നിറഞ്ഞിരുന്നു. അവൻ ധൈര്യം സംഭരിച്ച് വീണ്ടും ജനലിന്റെ അടുത്തേക്ക് ചെന്നു. ഇത്തവണ കർട്ടൻ മാറ്റാതെ തന്നെ പുറത്തേക്ക് നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. മഴ മാത്രം ശക്തിയായി പെയ്യുന്നു. വിനോദിന് ശ്വാസം അടക്കിപ്പിടിക്കാൻ തോന്നി. താൻ കണ്ടത് വെറുമൊരു തോന്നലായിരുന്നോ അതോ? അവൻ തിരിഞ്ഞ് ഭാര്യയെയും മക്കളെയും നോക്കി. അവർ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ പോയി കിടന്നോ? വിനോദ് പറഞ്ഞു. ഞാനിവിടെ ഇരിക്കാം. അവർ പോയതിനു ശേഷം അവൻ ജനലിലൂടെ വീണ്ടും പുറത്തേക്ക് നോക്കി. ഇരുട്ട് മാത്രം. എന്നാൽ ആ സ്ത്രീരൂപം അവന്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. അവൻ പതിയെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കുടിച്ചു. തിരിഞ്ഞു നടന്നപ്പോൾ അടുക്കളയുടെ മൂലയിൽ ഒരു നിഴൽ കണ്ടു. വിനോദ് ശ്രദ്ധിച്ചു നോക്കി. അത് ആ സ്ത്രീരൂപം തന്നെയായിരുന്നു. നനഞ്ഞ മുടിയും വെളുത്ത സാരിയും. അവൾ അവനെ നോക്കി പതിയെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു തരം ഭീകരത നിറഞ്ഞിരുന്നു. വിനോദിന്റെ ദേഹമാസകലം ഒരു തണുപ്പ് അരിച്ചു കയറി. അവൻ ഭയന്ന് നിലവിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവന്റെ കാലുകൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആ രൂപം അവനിലേക്ക് അടുത്തു വന്നു. അവൾ കൈകൾ നീട്ടി അവന്റെ കഴുത്തിൽ പിടിച്ചു. തണുത്തു മരവിച്ച കൈകൾ. വിനോദിന് ശ്വാസം മുട്ടി. ഇത് എന്റെ വീടാണ്, അവൾ മന്ത്രിച്ചു. നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. വിനോദിനു മുന്നിൽ ഇരുട്ടു പരന്നു. അവൻ ബോധം കെട്ട് താഴെ വീണു. പിറ്റേ ദിവസം രാവിലെ സുമയും മക്കളും വിനോദിനെ ബോധമില്ലാതെ അടുക്കളയിൽ കണ്ടെത്തി. അവർ അവനെ ആശുപത്രിയിലെത്തിച്ചു. ദിവസങ്ങളോളം അവൻ അബോധാവസ്ഥയിൽ കിടന്നു. ഒരുപാട് കാലം കഴിഞ്ഞതിനു ശേഷം വിനോദ് ആ വീടിന്റെ ചരിത്രം അന്വേഷിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നുവെന്നും ആ സ്ത്രീയുടെ ആത്മാവ് അവിടെ അലഞ്ഞുതിരിയുന്നുണ്ടെന്നും അവൻ അറിഞ്ഞു. ആ സംഭവത്തിന് ശേഷം വിനോദും കുടുംബവും ആ വീട് വിട്ടുപോയി. ഇന്നും ആ മഴയുള്ള രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിനോദിന്റെ ഉള്ളിൽ ഒരു തരം ഭയം നിറയാറുണ്ട്. മഴയത്ത് ഒരു നിഴൽ പോലെ അവൾ അവന്റെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട്.